സൂറത്ത് യാസീൻ അർത്ഥസഹിതം മഹല്ലുകളിൽ പഠിക്കണം. ആ സൂറത്തിനകത്ത് ഒരു വിശദമായ ചരിത്രം പറയുന്നുണ്ട്. ഒരു നാടിനെ പറ്റി പറയുന്നുണ്ട്. അസ്ഹാബുൽ ഖറിയത്തി ഇദ് ജാഅഹൽ മുർസലൂൻ എന്ന് പറഞ്ഞിട്ട് ഒരു നാട്. ആ നാട്ടിലേക്ക് പ്രവാചകന്മാർ വന്നു. പ്രവാചകന്മാർ വന്നപ്പോൾ ഒന്നാമത്തെ നബി അവരിലേക്ക് വരുമ്പോൾ അവർ ആ നബിനെ അംഗീകരിക്കണില്ല. രണ്ടാമത്തെ നബി അവരിലേക്ക് വന്നു, അവർ ആ നബിനെ അംഗീകരിക്കുന്നില്ല. മൂന്നാമത്തെ ആളെ വിട്ടു. അപ്പോഴും അവര് പറയുന്നുണ്ട്, ഇതൊക്കെ എന്താണ്, ആര് വന്നിട്ട് എന്താ, ഇതൊക്കെ നമ്മളെപ്പോലുള്ള മനുഷ്യന്മാരാ എന്നപ്പോ ഇത്ര വലിയ പ്രത്യേകത. എന്ന് മാത്രമല്ല, ആ നാട്ടിലെ ജനങ്ങൾ ഈ പ്രവാചകന്മാര് അവിടെ ചെന്ന് സംസാരിക്കുമ്പോ പറയാണ്, ഖാലൂ ഇന്നാ തതയ്യർനാ ബികും, നിങ്ങൾ ഈ നാടിന്റെ ശകുനമാണ്. ആര്? അള്ളാഹുവിന്റെ സന്ദേശം ഒരു നാട്ടിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രവാചകന്മാര്, നിങ്ങൾ ഈ നാടിന്റെ ശകുനമാണ്, അപലക്ഷണമാണ്, ദുശകുനമാണ്, നിങ്ങൾ ശരിയല്ല. സുഹൃത്തുക്കളെ, ഈ സന്ദേശം ആ അലക്സാണ്ട്രിയയാണെന്നും അന്താക്കിയാണെന്നൊക്കെ തഫ്സീറുകളിൽ വിശദീകരണം പറയുന്നുണ്ട്. ഏത് സ്ഥലമാണ്, സ്ഥലം ഏതോ ആവട്ടെ, ആ പറഞ്ഞ വാക്ക്. എന്നിട്ട് അവര് പറഞ്ഞത്, ഈ നബിമാരെ നേരെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ലഇല്ലം തൻതഹു, നിങ്ങൾ ഈ പ്രവർത്തനം അവസാനിപ്പിച്ചില്ലെങ്കിൽ. ഏതാ പ്രവർത്തനം? അള്ളാന്റെ ദീന് പഠിപ്പിക്കുക എന്നത് അവസാനിപ്പിച്ചില്ല എങ്കിൽ ലനർജുമന്നകും, ഞങ്ങൾ നിങ്ങളെ കല്ലെറിഞ്ഞുകൊല്ലും. വലയമസ്സന്നകും മിന്നാ അദാബുൻ അലീം, ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വേദനിക്കുന്ന ശിക്ഷയുണ്ടാകും. ഇപ്പണി നിർത്തിക്കോ എന്നാണ് പറഞ്ഞത്. നിങ്ങളാണ് ഞങ്ങളുടെ നാട്ടിൽ മഴ കിട്ടാത്തതിന്റെ കാരണം, നിങ്ങളാണ് ഞങ്ങളുടെ നാട്ടിലെ എല്ലാ പ്രയാസങ്ങളുടെയും കാരണം. അതാണ് വാക്കിന്റെ അർത്ഥം. ഖാലൂ, അവര് പറയുന്നുണ്ട്. ഈ വാക്ക് പറഞ്ഞപ്പോ പ്രവാചകന്മാര് മറുപടി പറഞ്ഞു, ത്വാഇറുക്കും മഅക്കും, ഞങ്ങളൊന്നിന്റെ ശകുനത്തിന്റെ ആൾക്കാരല്ല, നിങ്ങൾക്കുള്ള അപലക്ഷണത്തിന്റെ കാരണക്കാര് നിങ്ങളാണ്. നിങ്ങളുടെ പിഴച്ച വിശ്വാസങ്ങളാണ്. നിങ്ങൾ പ്രവാചകന്മാരെ നിഷേധിച്ചതുകൊണ്ടാണ്, നിങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പനക്ക് ധിക്കാരം ചെയ്തതുകൊണ്ടാണ്. ഒരു വ്യക്തിനെ കൊണ്ടല്ല ഒരു നാട്ടിൽ ശകുനുണ്ടാവില്ലേ. ആ പ്രവാചകന്മാരോട് പറഞ്ഞു കൊടുക്കുക, ഞങ്ങൾ എന്തുകൊണ്ടാണ് മോശക്കാരായത്? ഞങ്ങൾ നിങ്ങളോട് ചില സത്യങ്ങൾ ഉത്ബോധിപ്പിച്ചതിന്റെ പേരിലാണോ ഞങ്ങളെ മോശക്കാരായി നിങ്ങൾ ചിത്രീകരിക്കുന്നത്? ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ, നിങ്ങൾ വല്ലാത്ത ഒരു അതിരുവിട്ട ഖൗമായി മാറിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ശകുന ചിന്താഗതി എന്ന ആശയം പല രാജ്യങ്ങളിലും പല സംസ്കാരങ്ങളിലും കയറി വന്നിട്ടുണ്ട്. അടുത്ത ഉദാഹരണം വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആൻ അറാഫ് സൂറത്തിന്റെ 131-ാമത്തെ ആയത്തിൽ മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് സന്ദേശവുമായി ഫിർഔനിന്റെ ഖൗമിന്റെ അടുത്ത് ചെന്ന് സംസാരിക്കാം. മൂസാ നബി അലൈഹിസ്സലാം അവരുടെ കൂടെ ജീവിക്കാൻ തുടങ്ങി. ആ നാട്ടിൽ എന്തെങ്കിലും നല്ല എന്തെങ്കിലും അനുഭവം ഉണ്ടായാൽ അവര് പറയും, ഇതൊക്കെ നമ്മുടെ ഗുണാണ്. ഫിർഔനിന്റെ ആൾക്കാർ പറയും, നാട്ടിൽ എന്ത് ഖൈർ ഉണ്ടായാലും പറയും, ഇതൊക്കെ നമ്മൾ ചെയ്ത നന്മ കൊണ്ടാണ്, ഇതൊക്കെ നമ്മുടെ ഗുണം കൊണ്ടാണ്. അവർക്ക് നല്ല വല്ലതും വന്ന് കിട്ടിയാൽ ഖാലൂ ലനാ ഹാദിഹി, ഇതൊക്കെ നമ്മുടെ ഗുണം കൊണ്ടാണ് സാധിക്കും. അവർക്ക് വല്ല ദോഷങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും വന്നാൽ അതിന്റെ കാരണക്കാരൻ മൂസയാണെന്ന് പറയും. അതിന്റെ കാരണക്കാരൻ മൂസാ നബിന്റെ കൂടെയുള്ള ആൾക്കാരാണ്. നിങ്ങൾ കാരണം കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ രോഗം വരുന്നത്, നിങ്ങൾ കാരണം കൊണ്ടാണ് ഞങ്ങളുടെ നാട്ടിൽ ജറാദിന്റെ ശല്യം ഉണ്ടാകുന്നത്, നിങ്ങളുടെ ഈ വിശ്വാസം കാരണം കൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ ദുശകുനങ്ങൾ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരിങ്ങനെ മൂസാ നബി അലൈഹി സ്വലാമിന്റെ മേലേക്ക് ചാരാൻ തുടങ്ങി. അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്, അലാ അറിഞ്ഞോളൂ, ഇന്നമാ ത്വാഇറുഹും ഇൻദല്ലാഹ്, അവരുടെ ശാപം അവരുടെ ശകുനം അള്ളാന്റെ അടുത്താണ്. അല്ലാഹ് കൊടുക്കുന്നതാണ്. അത് നബിന്റെ കുറ്റം കൊണ്ടല്ല, അത് വേറെ ഒന്നിന്റെ കാരണം കൊണ്ടല്ല. അവർ ചെയ്ത ദുശ്ചെയ്തികളുടെ ഫലമായി അള്ളാഹ് കൊടുക്കുന്ന പരീക്ഷണാണ്. അത് വ്യക്തികളുടെ മേലേക്ക് കിട്ടുന്ന. സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ഖൗമിനെ പറ്റി പറയുന്നുണ്ട്. എന്തൊരു കരുത്തുള്ള ആരോഗ്യകരമായി മികച്ച ശ്രേഷ്ഠതയുണ്ടായിരുന്ന ഖൗമായിരുന്നു.
ആ ഖൗമിനോട് അള്ളാഹനെ അനുസരിക്കണം. സ്വാലിഹ് എന്ന പ്രവാചകന്റെ ചരിത്രത്തെ വിശദീകരിക്കുന്നിടത്ത് കാണാം. സൂറത്തുൻ നംൽ വായിച്ചു നോക്കിയാൽ 46, 47 ആയത്തിലൊക്കെ പറയാ, സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തവരാണെങ്കിലും അള്ളാഹനോട് ഇസ്തിഗ്ഫാർ ചെയ്താൽ ഈ നാട്ടിൽ അനുഗ്രഹങ്ങൾ വരും. എന്തായിക്കോട്ടെ, നിങ്ങൾ എന്ത് പാപക്കറയിൽ ജീവിച്ചവരാണെങ്കിലും ഇനി മുതൽ നന്നായി ഇസ്തിഗ്ഫാർ ചെയ്താൽ നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടും. ലൗലാ തസ്തഗ്ഫിറൂനല്ലാഹ് ലഅല്ലകും തുർഹമൂൻ. അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ ചെയ്താൽ അല്ലാഹുവിന്റെ കാരുണ്യം കിട്ടിയേക്കാം. ഉടൻ നാട്ടുകാർ സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ മെക്കെട്ട് കയറിയിട്ട് പറഞ്ഞു, ഖാലു ഇത്തയ്യർനാ ബിക ഖാലു ഇത്തയ്യർനാ ബിക വബിമൻ മഅക്. സ്വാലിഹേ, ഞങ്ങളൊന്നല്ല ഇവിടുത്തെ പ്രശ്നം. ഈ നാട്ടിൽ എന്ത് ശർറ് ബാധിച്ചാലും നീയാണ് ഈ നാടിന്റെ ശകുനം, നിന്റെ കൂടെ വിശ്വസിച്ചവരാണ് ഈ നാടിന്റെ പ്രശ്നം. ഇവരും അതാ പറയണത്. ഖാല, സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, അത് വഹിയ, ത്വാഇറുക്കും ഇൻദല്ലാഹ്, നിങ്ങൾക്കെന്ത് പ്രയാസവും എന്ത് വിഷമവും ദുരിതവും ബാധിക്കണുണ്ടോ അതൊക്കെ അല്ലാഹുവിന്റെ കന്ന് വരുന്നതാണ്. ബൽ അൻതും ഖൗമുൻ തുഫ്തനൂൻ, നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടൊരു ഖൗമാണ്. അപ്പൊ പ്രശ്നം നല്ല മനുഷ്യന്മാരെ ചൂണ്ടിക്കാണിച്ച് ഇവർ മോശക്കാരാണ്, ശകുനത്തിന്റെ അൽബരാണ് നമ്മുടെ നാടിന്റെ ശല്യക്കാര് എന്ന് പറയും. ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ പല നിലക്കുമുള്ള പ്രയാസ കാര്യങ്ങൾ നമുക്ക് വരുമ്പോൾ അള്ളാഹിന്റെ ദീന് പറയുന്ന ആളുകളെ ചൂണ്ടിക്കാണിച്ച്, അള്ളാഹുവിന്റെ ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന പ്രബോധകന്മാരെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇവന്മാരൊക്കെ ഉള്ളതല്ലേ ഈ നാട്ടിൽ ഇവിടെ എങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറയുന്ന ആൾക്കാർ ഇപ്പോഴും ഒന്ന് ചിന്തിച്ചു നോക്കും. അറേബ്യയിലുണ്ടായിരുന്ന മുശ്രിക്കുകളെ പറ്റി ഖുർആൻ പറയുന്നുണ്ട്, 4 മാസം പവിത്ര മാസമാണ്, അവിടെ ഒരിക്കലും യുദ്ധമോ സംഘടനകൾ ഉണ്ടാവരുതെന്ന് പറഞ്ഞു. ഇവർക്ക് സഹിക്കാൻ പറ്റൂല, ഇവർക്ക് തല്ലണം, ഇവർക്ക് യുദ്ധം വേണം. ആ മുശ്രിക്കുകളുടെ അന്നത്തെ ജാഹിലിയത്ത് അവർക്ക് വിട്ടുപോകൂല. അപ്പൊ പവിത്ര മാസങ്ങളിൽ ചിലപ്പോ പോയിട്ട് ഇവർ അന്ന് യുദ്ധം ഹരക്കും, എന്നിട്ട് അടുത്ത മാസം ഇവർ ഹറാമാക്കും. ഇവർക്ക് തോന്നിയതുപോലെ മാസങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ തുടങ്ങി. ഈ നിലക്ക് മാസങ്ങളെ പിൻവലിക്കുക, പുറകോട്ട് മാറ്റുക എന്നുള്ളത് കുഫറിലുള്ള അവരുടെ വർധനവാണ്. യുഹില്ലൂനഹു ആമ, ചില വർഷങ്ങളിൽ അവർ ചില മാസങ്ങളെ ഹലാലാക്കി മാറ്റും. വയുഹരിമൂനഹു ആമ, അതേ മാസത്തിന് അടുത്ത കൊല്ലം ഇവർ ഹറാമാക്കി മാറ്റും. അവരുടെ സൗകര്യത്തിന് യുദ്ധത്തിനു വേണ്ടിയിട്ട് മാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പവിത്രമാക്കുക, മോശാക്കി മാറ്റാൻ. ഇതിനെ വിമർശിച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്. സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ നാട്ടിലും ആലോചിക്കി, ഈ 4 മാസങ്ങൾക്കില്ലാത്ത പവിത്രതയും പരിശുദ്ധതയും റബീഉൽ അവ്വലിന് കൊടുക്കുക. ഇസ്ലാം കൊടുക്കാത്ത ഒരു ശ്രേഷ്ഠത വേറെ ഒന്നിനെ നമ്മൾ കൊടുക്കാൻ പറ്റൂല. അത് ഏതെങ്കിലും നിലക്കുള്ള നമ്മൾ ആരെങ്കിലും ഉണ്ടാക്കിയ ഒരു തത്വമല്ല. മുഹറം മാസം പവിത്രമാക്കിയത് അള്ളയാണ്. എന്നാൽ നമ്മളത് മോശപ്പെട്ട മാസമാണ്, ശകുനത്തിന്റെ മാസമാണെന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിച്ചോ? ആരെങ്കിലും അത് പറയുന്നുണ്ട്? വലിയ അബദ്ധത്തിലേക്കാണ്, വലിയ അവസ്ഥകളിലേക്കാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസ്ഥ മുന്നോട്ട് പോയാൽ എന്താണ് സംഭവിക്കുക എന്ന് ഇസ്ലാം വിശദമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇസ്ലാം മുഹറം മാസത്തിനെ മോശപ്പെട്ട മാസമായിട്ടല്ല രേഖപ്പെടുത്തിയത്, പവിത്ര മാസം എന്ന് പറഞ്ഞു. മഹാനായ ഇമാം ഹസൻ ബസ്വരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, അള്ളാഹു 12 മാസങ്ങളിൽ തുടങ്ങിയത് പവിത്ര മാസം കൊണ്ടാണ്, അവസാനിപ്പിച്ചത് പവിത്ര മാസം കൊണ്ടാണ്. മുഹറം പവിത്ര മാസം, ദുൽഹിജ്ജ പവിത്ര മാസം. മഹാനായ ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, അഫ്ളലുശ് ശഹ്രി ഇൻദല്ലാഹി ബഅദ റമളാനൽ മുഹറം, അള്ളാഹുവിന്റെ അടുത്ത് റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ മാസം മുഹറം മാസമാണ്. ശ്രേഷ്ഠം എന്ന് പറഞ്ഞാൽ മഹത്വം എന്നാണ്, മോശം എന്നല്ല പഠിപ്പിച്ചത്. മഹാനായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ വാക്കുകളെല്ലാം ചേർത്ത് വെച്ചാൽ അള്ളാഹുവിന്റെ ഖുർആനിനോട് അത് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. മുഹറം മാസമായാലും പവിത്ര മാസമായാലും നബിയെ പറയണം, കുൽ ഖിതാലും ഫീഹി കബീർ, ഈ മാസങ്ങളിൽ യുദ്ധം ചെയ്യുന്നത് വലിയ കുറ്റമാണ്. യുദ്ധം തന്നെ കുറ്റാണ്, ഈ മാസം ചെയ്താൽ പ്രത്യേകം കുറ്റകരമാണ്. ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസികും, ആ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് അക്രമങ്ങളൊന്നും ചെയ്യരുത്. ഇമാം ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഇന്നൽ ദുൽമ ഫിൽ അശ്ഹുരിൽ ഹുറം, പവിത്ര മാസങ്ങളിൽ ഒരാൾ ഒരു തെറ്റ് ചെയ്യുമ്പോ, ഒരു പാപം ചെയ്യുമ്പോ, അഅ്ളമ ഖതീഅതൻ, അത് വലിയ പാപമായി മാറും. സിവാഹ, മറ്റുള്ള മാസങ്ങളിൽ ഇല്ലാത്തതിനേക്കാൾ കുറ്റകരമാണ്.
അങ്ങനെയാണ് കാണേണ്ടത്. വല്ലമലു സ്വാലിഹി, എന്നാൽ ഈ മാസങ്ങളിൽ നല്ല കാര്യങ്ങൾ ചെയ്താൽ അഅ്ളമു അജ്റൻ ഇൻദല്ലാഹി ഫിൽ അശ്ഹുരിൽ ഹുറും, അല്ലാഹുവിന്റെ അടുത്ത് വമ്പിച്ച പ്രതിഫലം. പവിത്ര മാസങ്ങൾ ദുൽഹിജ്ജ അതിൽപ്പെട്ടതാണ്, അവസാനിച്ചിട്ടില്ല. മുഹറം വരാനിരിക്കുകയാണ്. സൽക്കർമ്മങ്ങളുടെ മാസമായിട്ടാണ് അവിടെ എല്ലാം രേഖപ്പെടുത്തപ്പെട്ടത്. പക്ഷേ കേരളത്തിൽ താമസിക്കുന്ന ജീവിക്കുന്ന ഞാനും നിങ്ങളും അടങ്ങുന്ന നാട്ടിൽ മുഹറം 1 മുതൽ 10 വരെ എന്താ നാട്ടിൽ പറയുന്നു നോക്കി. നിങ്ങൾ ചെന്ന് ചോദിക്ക്. കല്യാണ മണ്ഡപങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്നു. എന്താണ്? മുഹറം മാസം. വീട് താമസങ്ങൾ, പണികളൊക്കെ മുഹറം കഴിയട്ടെ. പണിക്കാർക്കൊക്കെ ലീവ് കൊടുത്തിട്ടുണ്ട്. വീട് പണിയൊക്കെ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് മതി. എന്താ? മുഹറം കഴിയട്ടെ. കല്യാണങ്ങളൊക്കെ മാറ്റിയിട്ടിരിക്കുകയാണ്. മാപ്പിളക്ക് ഗൾഫിൽ നിന്ന് ലീവ് ഉണ്ടോ ഇല്ലെന്നൊന്നും ആർക്കും പ്രശ്നമില്ല. ചങ്ങാതി അവിടുന്ന് ഉള്ള ലീവ് എടുത്ത് വന്നതാണെങ്കിലും നാട്ടിൽ ഈ മുഹറം കഴിയാതെ നടക്കൂല എന്ന് പറഞ്ഞ് തിരിച്ചു പോവുക. ഈ അവസ്ഥയിലേക്ക് എത്തിപ്പെടുമ്പോൾ നമ്മൾ ആലോചിക്കും, ഒരു മാസത്തെ, ഒരു ദിവസത്തെ, ഒരു ഡേറ്റിനെ നമ്മൾ ആരെങ്കിലും മോശമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു തആല ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത്. അള്ളാഹനെ ഉപദ്രവിക്കേ? എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞത്, അതെ, അള്ളാഹനെ ഉപദ്രവിക്കലാണ് കാലത്തെ മോശപ്പെടുത്തുക എന്നത്. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, ലാ തസുബ്ബുദ്ദഹറ, കാലത്തെ ചീത്ത വിളിക്കരുത്. കാലത്തിനെ, ദിവസത്തിനെ ചീത്ത വിളിക്കരുത്. ഫഇന്നല്ലാഹ ഹുവദ്ദഹർ, കാലം എന്നത് അള്ളയാണ്. ഇതിന് അള്ളാനെ ചീത്ത വിളിക്കുന്നത് സമാനമാണ് ഒരു ദിവസത്തെ മോശാക്കി പറയാം. ദിവസങ്ങൾ മാത്രമാണെന്നില്ല, ഈ ഇരിക്കുന്ന എന്റെയും നിങ്ങളുടെയും മനസ്സിന്റെ ഉള്ളിൽ പോലും ഇവിടെ കച്ചവടക്കാരൊക്കെ ഇരിക്കണേ തുറന്നു പറയാലോ. ഒരു കറുത്ത പൂച്ച നമ്മുടെ മുമ്പിലൂടെ ഓടിപ്പോകുമ്പോൾ നമ്മളിൽ പലർക്കും ഒരു ഞെട്ടലില്ലേ? എവിടുന്നാണ് വിശ്വാസം വന്നത്? രാവിലെ ഒരു കാലിക്കൊട്ട അങ്ങാടിയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ബേജാറുണ്ട്? വന്ന പാട്, കട തുറന്ന പാട് ഒരു കാലിക്കൊട്ട കാണുമ്പോൾ ഒരു ബേജാറ് തുടങ്ങില്ലേ? ഒരു കാലി ചാക്ക് മുമ്പിൽ കണ്ട ഒരു ബേജാറ് വരാൻ തുടങ്ങുന്നുണ്ടോ? രാവിലത്തെ ഫസ്റ്റ് കസ്റ്റമർ വന്ന് കടം പറഞ്ഞു പോയാൽ അന്ന് വൈകുന്നേരം വരെ ആ മനുഷ്യനെ നിങ്ങൾ എന്തൊക്കെ പറയും? പറ്റുന്നതൊക്കെ പറയും. ഈ മനുഷ്യൻ കാരണം കൊണ്ടാണ് ഇന്നത്തെ മൊത്തം പോയി എന്ന് വരെ എല്ലാം ഇട്ടടിക്കും. നമ്മൾ ഏത് വിശ്വാസക്കാരാണ്? നമുക്കും അങ്ങനെ ഒരു ശകുന വിശ്വാസം ഉണ്ടോ? നമുക്കൊരു നെഹ്സിന്റെ വിശ്വാസം ഉണ്ടോ? ആലോചിക്കണം, നമ്മൾ എവിടെ നിന്നാണ് ഇതൊക്കെ വന്നത്? എന്തിനേറെ യാത്ര ആരംഭിച്ച മനുഷ്യന്മാര് കാറ് മുന്നിക്ക് പോയി, കണ്ണട മറന്നു. ഇനി കാറ് പിന്നിക്കെടുക്കാൻ പറ്റൂല, പിന്നെ മുന്നിൽ തന്നെ പോകണം, കണ്ണടല്ലാതെ പോവുകയാണ്. എന്തേ? ഒടുത്ത വാഹനം പിന്നെ പിറകോട്ടെടുക്കാൻ പാടില്ല. ആരോ നമ്മളെ പഠിപ്പിച്ചു വെച്ചു. എന്നിട്ട് ചില മനുഷ്യർ വീട് വെക്കുന്നതിന്, വീട് താമസിക്കുന്നതിന്, കല്യാണത്തിന് ദിവസങ്ങൾ നോക്കാൻ ആളേൽപ്പിക്കുകയാണ്. ഏത് നല്ല ദിവസം ഏതാന്ന് നോക്കാൻ ആളെടുത്ത് പോയിട്ട് കുത്തിയിരിക്കുന്ന വിശ്വാസം ഏത് മുസ്ലിമിനാണ്, ഏത് ചരിത്രത്തിൽ അങ്ങ് കിട്ടിയത്? ഒരു ലോക ചരിത്രത്തിലെ ഏറ്റവും ഉത്തമരായ ഖൈർ എന്ന് വിളിക്കുന്ന സ്വഹാബത്ത്, സലഫു സാലിഹ്യങ്ങൾ, മദ്ഹബിന്റെ ഇമാമിങ്ങൾ ഒരു കിതാബ് നമ്മളെ പഠിപ്പിക്കൂല. 13 എന്നുള്ള നമ്പർ മേടിച്ച് ജീവിക്കുന്ന അധികാരികളുള്ള ഒരു കാലഘട്ടം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ബുദ്ധിജീവികളായ വിവരണ്ട് എന്ന് പറഞ്ഞ ആൾക്കാർക്ക് 13 നമ്പർ പേടിണ്ടെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരന്റെ മനസ്സിലുള്ള പേടി എത്ര ഉണ്ടാകുമെന്ന് ചിന്തിച്ചു നോക്കി. ഇവിടെയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 14 നൂറ്റാണ്ട് മുമ്പ് ഇത്തരത്തിലുള്ള എല്ലാ സകല അന്ധവിശ്വാസങ്ങളുടെ മാറാപ്പ് ഭാണ്ഡങ്ങൾ വലിച്ചെറിയാൻ പഠിപ്പിക്കുകയാണ്. അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് നബി പഠിപ്പിക്കുകയാണ്, മൻ റദ്ദതുഹു തീറതു മിൻ ഹാജത്തിൻ, ആരെങ്കിലും ഒരു ആവശ്യം ശകുനം കാരണം കൊണ്ട് മുടക്കിയാൽ, ഇന്ന് രാവിലെ തന്നെ കണ്ടത് ഇയാളെയാണ്, ഒറ്റ മൈനനെയാണ് കണ്ടത്, കറുത്ത പൂച്ചനെയാണ് കണ്ടത് എന്ന് പറഞ്ഞു ഒരു ആവശ്യം ഒരാൾ മുടക്കി മാറി വീട്ടു പോയിരുന്നാൽ ഫഖദ് അശ്റക, അവൻ അല്ലാഹുവിൽ പങ്കു ചേർത്ത് ശിർക്ക് ചെയ്തു. അവൻക്ക് അല്ലാഹുവിനെ ശരിക്കുള്ള വിശ്വാസം ഉൾക്കൊള്ളാതെ പോയി. അത്ര ഗൗരവമുണ്ട്. സ്വഹാബത്ത് തിരിച്ചു ചോദിച്ചു, നബിയെ, ഞങ്ങൾക്ക് എങ്ങനെ അന്നെങ്ങാനും മുമ്പെങ്ങാനും ഒക്കെ അങ്ങനെയൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്താണ് കഫാറത്ത് ചെയ്യേണ്ടത്? നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ പറയണം, അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക വലാ ത്വയ്റ ഇല്ലാ ത്വയ്റുക വലാ ഇലാഹ ഗൈറുക. അല്ലാഹുവേ, നീ തന്ന ഖൈറല്ലാത്ത വേറൊരു ഖൈറുമില്ല, നീ നൽകുന്ന ശകുനമല്ലാതെ ഞങ്ങൾക്ക് വേറെ ശകുനമില്ല, ഇലാഹായി നീയല്ലാതെ ഞങ്ങൾക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ അത് കഫാറത്തായി. അതും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് അവിടെ കിടക്കുമെന്നാ പഠിപ്പിച്ചത്.
നമ്മുടെ നാവിൽ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വരാൻ പാടില്ല. അന്നുണ്ടായിരുന്ന പലതും വിലക്കി. ലാ അദ്വ, 1400 കൊല്ലം കഴിഞ്ഞു ഈ വാക്ക് പറഞ്ഞിട്ട്. ലാ അദ്വ, ഇസ്ലാമിൽ അദ്വയില്ല. അദ്വ രോഗം വന്നു, അത് രോഗം അല്ലാഹ് തന്നതല്ല, അത് മറ്റു മഴ കൊണ്ടപ്പുണ്ടായതാണ്, അത് ഇന്ന കാരണം കൊണ്ടുണ്ടായതാണ്. ആ വിശ്വാസം പാടില്ല, അത് ഇസ്ലാമിലുള്ളതല്ല. വലാ തീറ, പക്ഷികളെ വെച്ച് ഭാഗ്യ പരീക്ഷണം ചെയ്യുക. 2 പക്ഷികളെ വിടുക, ഒരു പക്ഷി പോയത് ഈ ഭാഗത്തേക്കാണ്, അപ്പോൾ അത് നല്ല സൂചനയാണ് എന്ന് ചിന്തിക്കുന്ന ഭാഗ്യ പരീക്ഷണം നടത്തുന്ന പരിപാടി ഇസ്ലാമിലില്ല. വലഹാമ്മ, ഒരു മയ്യിത്ത് മരിച്ച് എല്ലുകളായാൽ അത് പക്ഷികളായി പറന്ന് രൂപാന്തരപ്പെടുമെന്ന ജാഹിലിയത്തിലെ വിശ്വാസം ഉണ്ടായിരുന്നു. ഇസ്ലാമിൽ ഇതില്ല. ഇങ്ങനെ മനുഷ്യർക്കിടയിൽ കിടക്കുന്ന തെറ്റായ വിശ്വാസങ്ങളെ തിരുത്തി പഠിപ്പിക്കുന്ന ഇസ്ലാമിക ലോകത്തെ കിതാബുകൾ ഉണ്ടെങ്കിൽ പണ്ഡിതന്മാരെന്ന് പറയുന്ന മനുഷ്യന്മാർ തന്നെ ഇത് പറയാൻ തുടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? ഇന്ന് രാവിലെ യൂട്യൂബിൽ ഒരു പ്രസംഗം കേൾക്കുന്നതിന്റെ ഇടയിൽ ഒരു പണ്ഡിതനായ മനുഷ്യൻ പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, 12 ദിവസങ്ങൾ നിങ്ങൾക്ക് ബർക്കത്തില്ലാത്ത ദിവസമാണ്, സമ്പത്ത് കിട്ടാത്ത ദിവസമാണ്, ഐശ്വര്യമില്ലാത്ത ദിവസമാണ്. എന്നിട്ട് 12 ദിവസങ്ങൾ മുപ്പരിങ്ങനെ എണ്ണി വിശദീകരിക്കുക. ഓരോ മാസത്തിലും ഓരോ തീയതി അവിടുന്ന് വിശദീകരിച്ചപ്പോൾ അദ്ദേഹം പറയാ, മുഹറം 12 മോശപ്പെട്ട ദിവസമാണ്, റജബ് 12 മോശപ്പെട്ട ദിവസമാണ്, ശഅബാൻ 26 നഹ്സിന്റെ ദിവസമാണ്, റമദാൻ 24 മോശപ്പെട്ട ഐശ്വര്യമില്ലാത്ത ദിവസമാണ്, ദുൽഹിജ്ജ 8 മോശപ്പെട്ട ദിവസമാണ്. ആര്? ബിരുദധാരികളായ പണ്ഡിതന്മാരെന്ന് വിളിക്കുന്നവർ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ച് പേടിപ്പിക്കുക. അള്ളാന്റെ റസൂലിന്റെ പേരിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിന്റെ പേരിൽ കളവുകൾ കെട്ടിച്ചമച്ചു കൊണ്ടുവരിക. എന്തിനേറെ നമ്മുടെ കടയിൽ കെട്ടിത്തൂക്കിയ കലണ്ടർ തുറന്നു നോക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ആ കലണ്ടറിൽ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങളുടെ സ്വന്തം ഷോപ്പിലെ കലണ്ടറിന്റെ താഴത്ത് എഴുതി വെച്ചിട്ടുണ്ട് നഹ്സിന്റെ ദിനങ്ങൾ. നമ്മുടെ വീട്ടിലെ കലണ്ടറിന്റെ ഉള്ളിലുണ്ട്. എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? ചില ദിവസങ്ങൾ മോശമാണ്. ഞാൻ ആ കലണ്ടർ തുറന്ന് പരിശോധിച്ച ഒരാളാണ്. 2026 ഇസ്ലാമിക കലണ്ടർ എന്ന് വിളിക്കുന്ന പല കലണ്ടറിന്റെ ഉള്ളിൽ എഴുതി വെച്ചിരിക്കുന്നു മോശപ്പെട്ട ദിനങ്ങൾ. മുഹറം 3, 5, റമദാൻ 3, 5, 13, 16, 21, 24, 25, 28 അവസാനത്തെ 10 4 ദിവസങ്ങൾ ശുഭകരമല്ലാത്ത ദിവസങ്ങൾ എന്ന് എഴുതിയ കലണ്ടർ ഇസ്ലാമിന്റെ കലണ്ടറാന്ന് പറഞ്ഞ് കെട്ടിത്തൂക്കിയവരാ നമ്മുടെ നാട്ടുകാർ. വലിച്ചു കീറണം, അതിനുള്ള ഈമാൻ ഉണ്ടാവണം. അത് എവിടുന്നാ കിട്ടുക? അത് പഠിക്കണമൊക്കെ കിട്ടുക. ദുൽഹിജ്ജ മാസത്തിലെ മോശപ്പെട്ട ദിവസം 3, 5, 8, 13, 16 ഏത് പെരുന്നാളിന്റെ 13-ാം തീയതി മോശപ്പെട്ട ദിവസം എഴുതിയ നിങ്ങളുടെ ആ കലണ്ടർ ഇത് എനിക്ക് പറ്റൂല എന്ന് കത്തിക്കാൻ ധൈര്യമുള്ളവരാരാ? ഓൻക്കാണ് നമ്മൾ മുസ്ലിം എന്ന് വിളിക്കുക. ഇസ്ലാമിലില്ലാത്ത വിശ്വാസങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മനസ്സുകളിലേക്ക് കോരിത്തെരിപ്പിച്ച് കൊടുക്കുന്നവരോട് നോ പറയാനുള്ള തന്റെ ഇടമുള്ള ആർജവമുള്ള മുസ്ലിമായി മാറലാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ ജിഹാദ് എന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിക ലോകത്ത് പണ്ഡിതന്മാർ ശബ്ദിച്ചു. ഷാഫിഈ മദ്ഹബിലെ പ്രഗൽഭനായ പണ്ഡിതൻ ഇബ്നു ഹജറുൽ ഹൈതമിയുടെ ഫതാബുൽ ഹദീസി എന്ന പ്രസിദ്ധമായ കട്ടിയുള്ള ഒരു കിതാബുണ്ട്. അതിന്റെ 24-ാമത്തെ പേജ്. അദ്ദേഹത്തോട് ചോദിക്കണം, നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? ചില മോശപ്പെട്ട ദിനങ്ങളും ദിവസങ്ങളും മാസങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു കേൾക്കുന്നു. ഇങ്ങനെ ചോദിക്കുന്നവരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ശൈഖിന്റെ മറുപടി ഉണ്ട്, ആ ചോദ്യം ചോദിക്കുന്നവരോട് മുഖം തിരിക്കാനാണ് എനിക്കിഷ്ടം. എനിക്ക് അങ്ങനെ ചില ദിവസങ്ങൾ മോശമാണെന്ന ചോദ്യം ഉന്നയിക്കുന്നവരെ പോലും എനിക്ക് ഇഷ്ടമില്ല. എന്നിട്ട് അതിൽ പറയുകയാണ്, ഇത്തരം ആചാരങ്ങൾ, ഇത്തരം വിശ്വാസങ്ങൾ ജൂതന്മാരുടേതാണ്. ലാ മിൻ ഹദീൽ മുസ്ലിമീന അൽ മുതവക്കിലീന അലാ ഖാലിഖിഹിം, ഖാലിഖായ പടച്ചോനെ തവക്കുലാക്കി സുബ്ഹ് നമസ്കരിച്ച് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ ഒരു മനുഷ്യൻക്കും അല്ലാഹുവിനെ തവക്കുലാക്കണവർക്ക് ഈ വിശ്വാസം ഉണ്ടാകൂല. ഇതും യൂതന്മാരുടെ യഹൂദികളുടെ ചര്യയാണ്. നമുക്കൊരു മുസ്ലിമിന് ഇത് ഉണ്ടാകാൻ പാടില്ല. ഇതാണ് ഇസ്ലാം. ഇതൊക്കെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. ചൊവ്വാഴ്ച കല്യാണം നടത്താൻ ആർക്കാ മുസ്ലിങ്ങൾക്ക് ധൈര്യമുള്ളത്? ചൊവ്വ ചൊക്കില്ലാത്തവരാണെന്ന് നമ്മളാ പറയണത്. ശനി എന്താ പ്രശ്നം? ശനി ചതിയുടെ ദിവസമാണ്.
ഇതൊക്കെ ആരാണ് നമ്മളെ പഠിപ്പിച്ചത്? പറയരുത്. നമ്മളാകരുത് അതിൻ്റെ പ്രചാരകർ. വളരെ സൂക്ഷ്മതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക, മതപരമായ അറിവ് നേടുക, സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കുന്ന കുപ്രചരണങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുക, ഏറ്റുപിടിക്കാതിരിക്കുക, ദീനിന്റെ വിഷയങ്ങൾ അറിവുള്ളവരോട് ചോദിക്കുക, മതപഠന സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഇൽമുള്ള, നല്ല ബോധമുള്ള, പക്വതയുള്ള, അല്ലാഹുവിന്റെ ദീനിന്റെ ശിആറുകളെ, ചിഹ്നങ്ങളെ ബഹുമാനിക്കുന്ന, അല്ലാഹു പവിത്രമാക്കിയവയെ പവിത്രമായി സൂക്ഷിക്കുന്ന തഖ്വയുള്ളവരായി മാറാൻ അല്ലാഹു നമ്മെ എല്ലാം സഹായിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين وسلم تسليما كثيرا أما بعد فاتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله. അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. 48 രാജ്യങ്ങൾ ഒരു പന്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ ലോകകപ്പിൻ്റെ വാശിയേറിയ ദിനങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കാം. കളി അമേരിക്കയിലും മെക്സിക്കോയിലുമൊക്കെ ആണെങ്കിലും അതിൻ്റെ ഒച്ചപ്പാടും ആരവവും ജ്വരവുമൊക്കെ, വാശിയും വീറുമൊക്കെ കാണിക്കുന്നത് കേരളത്തിലാണ്. നാം താമസിക്കുന്ന ഒരു പ്രദേശത്തെ ഒരു പ്രധാന വിഷയം എന്ന നിലക്ക് നമ്മളും ചില കാര്യങ്ങൾ ഗൗരവത്തോടെ അറിയേണ്ടതുണ്ട്. അല്ലാഹുവിൻ്റെ ഖുർആൻ പല സന്ദർഭങ്ങളിലും പല കാര്യങ്ങളിലും ഓർമ്മപ്പെടുത്തിയതുപോലെ ലോകത്ത് കളിപ്രാന്തും കളിജ്വരവും ഒക്കെ വ്യാപിക്കുമെന്നൊക്കെ അറിയുന്ന അല്ലാഹുവിൻ്റെ ദീനാണല്ലോ. അല്ലാഹുവിൻ്റെ ഖുർആനിലെ 6-ാം അധ്യായത്തിന്റെ 70-ാമത്തെ ആയത്തിൽ ഒരു വാക്ക് സൂചിപ്പിച്ചിട്ടു. അല്ലാഹുവിൻ്റെ ദീനിനെ ഒരു കളിയായി വിനോദമായി കാണുന്നവരെ നിങ്ങൾ ഒഴിവാക്കുക, അവരെ പിന്നാലെ കൂടണ്ട, അവരെ വിടുക. ദുനിയാവിന്റെ വഞ്ചനയിൽ പെട്ടുപോയ ആളുകളെ വിട്ടേക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് നാശമുണ്ട് എന്നുള്ളതിന്റെ സൂചനയാണ്. ഇസ്ലാം കായികമായ വിനോദങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഒരാൾ കളിക്കാൻ പന്തില്ലെങ്കിൽ നമ്മൾ പന്ത് പഠിച്ചു കൊടുക്കുന്ന ആൾക്കാരാണ് നമ്മൾ. നാട്ടിൽ ഗ്രൗണ്ടില്ലെങ്കിൽ ഗ്രൗണ്ടിന് വേണ്ട പിരിവിടേണ്ടവരാണ് നമ്മൾ. ലഹരിയും തൂഫാനും ഒക്കെ ചർച്ചയാകുന്ന ഈ കാലത്ത് ലഹരിക്കെതിരെയുള്ള ഏറ്റവും ഒന്നാമത്തെ സ്റ്റെപ്പ് ഒരു മഹല്ല് കാണിക്കേണ്ടത് ചെറുപ്പക്കാർ, യുവാക്കൾക്ക് പന്ത് കളിക്കാൻ കളിസ്ഥലങ്ങൾ സജ്ജമാക്കുക എന്നതാണ്. ഇന്ന് കളിയിടങ്ങളുണ്ട്, കളിക്കാൻ ആളുകളില്ല. സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ അവന്റെ ആരോഗ്യത്തെയും ഏറ്റവും ശക്തിവത്തായി ആരോഗ്യത്തെ ക്രിയാത്മകമായി ശരിപ്പെടുത്തുന്നതിന്റെ അടയാളം എന്താ? നല്ലതാണെന്ന് പറയുന്നത്. ഒരാളുടെ ശരീരം അധ്വാനിച്ച് കളിച്ച് വിയർത്ത് ആരോഗ്യവാനായി അവൻ ഇബാദത്തിന് നല്ല സജ്ജനാവുക, അവന്റെ ഉമ്മാനും ഉപ്പാനും പരിചരിക്കാൻ പറ്റുക, പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കാൻ പറ്റുക, നല്ലതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുഅ്മിനുൽ ഖവിയ്യു, ശക്തനായ ആരോഗ്യവാനായ ഒരു വിശ്വാസി, ഖൈറുൻ, അവൻ നല്ലവനാണ്, വഅഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമാണ്, അൽ മുഅ്മിനുൽ ളഈഫി, ദുർബലനായ ആരോഗ്യം കുറഞ്ഞു പോയ മനുഷ്യനേക്കാൾ അല്ലാഹുവിന് ഇഷ്ടം നല്ല ആരോഗ്യമുള്ളവനാണ്. എന്തിനാ ജിമ്മിൽ പോണത്? ആരോഗ്യം ഉണ്ടാവാനാണോ? മസിൽ കൂട്ടാനാണോ? എന്തിനാ പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നത്? എന്റെ മസിൽ വീർപ്പിക്കാനാണ്. മസിൽ വീർപ്പിച്ചിട്ട് എന്താ കിട്ടുന്നത്? ഇസ്ലാമിലെ ആരോഗ്യ സജ്ജത എന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനം തൻ്റെ ഈ ആരോഗ്യം, ഫിറ്റ്നസ് എന്നത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് ചെലവഴിക്കാനാണ്. ഇവിടെ നാട്ടിൽ ഇന്ന് സൗന്ദര്യ പ്രകടനമാണ് എല്ലാം. സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള പല മാർഗങ്ങളുണ്ട്. ജിംനേഷ്യത്തിൽ പോണതെല്ലാം തെറ്റാണെന്നല്ല പറയുന്നത്. പോകുന്നതിന്റെ നീയത്തുകൾ പരിശോധിച്ചോളൂ എന്നാ പറഞ്ഞിരിക്കുന്നത്. അതേ സമയത്ത് ഉലമാക്കന്മാര് പറഞ്ഞു, ചില കളികളെ ഗൗരവത്തിൽ നമ്മൾ കാണണം. വിനോദങ്ങളും കളികളും ജനങ്ങൾക്ക് ഉപദ്രവമായി മാറരുത്. നാട്ടിൽ കടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകരുത്. 2 ഹറാമായ സാഹചര്യങ്ങൾ അതിൽ വരരുത്. ഹറാമായ രൂപത്തിൽ എന്തെങ്കിലും സംഭവങ്ങൾ, നഗ്നത കാണുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുക,
തെറ്റായി ഇസ്ലാം വിലക്കിയ പന്തയങ്ങൾ കടന്നു വരിക, അതിന്റെ പേരിൽ നാട്ടിൽ തല്ലുണ്ടാകുക, ഇങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ ആ കളികളെ സൂക്ഷിക്കണം. 3, ഉദ്ദേശം തെറ്റായ കാര്യമാകാൻ പാടില്ല. നാട്ടിലൊരു കളി ഉണ്ട്, അതിന്റെ ഉദ്ദേശം ബാർ തുടങ്ങാനാണെങ്കിൽ നമ്മൾ ആ കളിക്ക് ഉണ്ടാവില്ല. അത് ഉദ്ദേശം ശരിപ്പെടുത്തണം. 4, ഒരു മനുഷ്യന്റെ അടിയന്തിരമായ ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ അള്ളാഹ് അനുവദിച്ചു കൊടുത്ത കാര്യം അധികമാകാൻ പാടില്ല. ഒരാൾ മഗ്‌രിബിക്കും പള്ളി പോണില്ല, അസർക്കും പള്ളി, എന്തെങ്കിലും കളിയുണ്ട്, അത് പറ്റൂല. അധികമാകാൻ പാടില്ല, ആവശ്യത്തിനാണ് അതെല്ലാം അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ ഖിയാമുൽ ലൈലിന് 3 മണിക്ക് നീക്കാത്തവൻ ഇന്ന് നീക്കും. ഒരു ടീമിന്റെ കളി ഉണ്ടായാൽ മതി. സുബഹിക്ക് 5 മണിക്ക് പോകാത്തവൻ 3 മണിക്ക് നീച്ച് ക്ലബിലേക്ക് ഓടും. കാരണം ആ സുബഹിന്റെ ആ 2 റക്അത്തിനേക്കാൾ വലുതാണ് 90 മിനിറ്റിന്റെ ഒരു കളി എന്നത്. ഇവിടെയാണ് ദുനിയാവ് നമ്മളെ എത്ര കീഴ്പ്പെടുത്തി. ദുനിയാവിൽ വഞ്ചിക്കപ്പെട്ടവനായി. സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിനെ പറ്റി എന്താ പറഞ്ഞത്? ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. ആ 2 റക്അത്ത് ഈ ദുനിയാവും അതിലുള്ള മൊത്തം കിട്ടുന്നതിനേക്കാൾ ഉത്തമമാണ്. ഒന്നും വേണ്ട, നമുക്ക് ഇതുണ്ടായാൽ മതി. എന്ന് മാത്രമല്ല, നാട്ടിലെ പല അനിവാര്യമായ അത്യാവശ്യമായി കിഡ്നി നഷ്ടപ്പെട്ടവർ, രോഗികൾ, വീടില്ലാത്തവർ, ഇതിനൊന്നും പണം കൊടുക്കാത്തവൻ 1400 അടിയുടെ ഫ്ലക്സ് അടിക്കുകയാണ്, കട്ടൗട്ടുകൾ പൊങ്ങുകയാണ്, വലിയ വലിയ താരരാജാക്കന്മാരുടെ പ്രൗഢി കാണിക്കുകയാണ്. അള്ളാന്റെ ഖുർആൻ എന്താ പറഞ്ഞത്? ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ വകാന ശൈത്വാനു ലിറബ്ബിഹി കഫൂറാ. അനാവശ്യമായി ദുർവിനിയോഗം ചെയ്യുന്ന സമ്പത്ത് ദുരുപയോഗം ചെയ്യപ്പെടുന്നവർ പിശാചിന്റെ കൂട്ടാളികളാണ്. അതിന് പണല്ല, 20,000 17,000 രൂപന്റെ വമ്പൻ കൂറ്റൻ ഫ്ലക്സ് ബോർഡുകൾ മത്സരിക്കാൻ. ഇവൻ 800 വെച്ചാൽ അപ്പുറത്തവൻ 1000 വെക്കാണ്. മത്സരിക്കുകയാണ്. ആർക്കു വേണ്ടി? ആർക്കു വേണ്ടി? ചിന്തിച്ചു നോക്കണം. നമ്മൾ ചില സ്ഥലങ്ങളിലൂടെയൊക്കെ പോകുമ്പോ മുസ്ലിമീങ്ങളായ ചെറുപ്പക്കാർ അറിയുമോ എന്ന് പോലും അറിയില്ല. നോക്കൂ നിങ്ങൾ, ഫലസ്തീൻ ഒരു സ്വതന്ത്ര രാജ്യമാക്കണം എന്ന് പറഞ്ഞ് അവകാശപ്പെട്ട് ഐക്യരാഷ്ട്രസഭയിൽ വോട്ടെടുപ്പ് നടന്നു. ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്ന ഫലസ്തീൻ ജനതക്ക് സ്വതന്ത്ര ഫലസ്തീനാക്കി മാറ്റണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്രമാത്രം സംസാരിച്ചിട്ടുണ്ട്. ആ രാജ്യത്തിന് സ്വാതന്ത്ര്യം നൽകണമെന്ന് പറഞ്ഞ് വോട്ടെടുപ്പ് ഐക്യരാഷ്ട്രസഭയിൽ നടന്നപ്പോൾ 10 രാജ്യങ്ങൾ അവർക്കെതിരായി വോട്ട് ചെയ്തു, സമ്മതിച്ചില്ല. ആ 10 രാജ്യങ്ങളിൽ പല രാജ്യങ്ങളുടെയും ഫ്ലക്സ് ബോർഡുകൾ വെച്ച് സുന്ദരമായി അതിനുവേണ്ടി താരരാജാക്കന്മാരെ പൂജിക്കുന്ന മുസ്ലിമീങ്ങളുണ്ട്. നമ്മൾ പറയല്ലോ, ചാത്തപ്പനെന്ത് മഷറാന്ന് ചോദിച്ച പോലെ ഈ നാട്ടിലെ ചെറുപ്പക്കാരായ പല മുസ്ലിമുകൾക്ക് എന്ത് ഫലസ്തീൻ? ഇവിടെയാണ് ഞാനും നിങ്ങളും ഇരുന്ന് സ്വന്തം മനസ്സിനോട്, ഞാൻ പറഞ്ഞതിന്റെ പേരിൽ എന്നെ ആക്ഷേപിക്കാം, എന്നെ നിങ്ങൾക്ക് തെറി വിളിക്കാം, പറയുന്ന ഹക്കിന്റെ പേരിൽ ഇതിനെ നിങ്ങൾക്ക് എതിർക്കാൻ കഴിയുമോ എന്ന് ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ. അതോടൊപ്പം തന്നെ അള്ളാനേക്കാൾ, റസൂലിനേക്കാൾ, ഉമ്മാനേക്കാൾ, വാപ്പാനേക്കാൾ വലുത് താരമായി മാറരുത്. വീണ്ടും അടിവരയിട്ട വാക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തെ ശരിക്ക് വെക്കുക. പന്തയം വെച്ച് ലക്ഷങ്ങളും ആയിരങ്ങളും വെച്ച് മത്സരത്തിന്റെ വിജയത്തിന് വേണ്ടി ബെറ്റ് വെക്കുന്ന പ്രവണത അധികരിച്ചാൽ ഇതോടെ അതിന്റെ എല്ലാ നാശവുമായി എന്ന തീരുമാനം നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. ആയുസ്സാണ് ഓരോ 90 മിനിറ്റും കഴിയുമ്പോൾ ആയുസ്സാണ് ഇങ്ങനെ പോണത് എന്ന് ഓർമ്മിക്കുക. ആവശ്യത്തിനൊക്കെ ഹൈലൈറ്റ് ഒക്കെ കാണണം, അത്യാവശ്യം കളി കാണുന്ന ഇതൊന്നും ഹറാമാക്കുകയല്ല. ഈ ബോധങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം. നമ്മുടെ സുബ്ഹ് നഷ്ടമാകരുത്, നമ്മുടെ ഇബാദത്തുകൾ നഷ്ടമാകരുത്, വീട്ടിൽ നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കും നമ്മളെ കിട്ടാതെ പോകരുത്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യന്റെ ആയുസ്സിന്റെ നന്മകൾ ഈ കാരണങ്ങൾ കൊണ്ട് മുടങ്ങി പോകാതിരിക്കാൻ ഒരു ജാഗ്രത ഉണ്ടാവണം. എന്തിനേറെ പല പ്രദേശങ്ങളിലും ഫാൻ ഫൈറ്റ് എന്ന് പറഞ്ഞ് ഗ്രൂപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ ശബ്ദ വോയിസ് മെസ്സേജുകളായി തുരുതുരാ തന്റെ എതിർ ടീമിനെ തോൽപ്പിക്കാൻ സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് അവസാനം വാശിമോത്ത് സ്വന്തം ഉമ്മയെ വാപ്പയെ ചീത്ത വിളിക്കുന്ന, ഒറ്റത്തന്തൊക്കെ പിറന്നവനാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ടാ പിന്നെ ഡയലോഗ് തുടങ്ങുക. ആ വാക്കിന്റെ അർത്ഥം എന്താന്ന് വായിക്കുന്നത്? നമ്മളമ്മാനി വാപ്പാൻ ഇത്ര മോശമാക്കി പറയുന്ന വാക്കുകളാണ് ഇതൊക്കെ. ഫാൻസിന് വേണ്ടി ഈ തെറികളെല്ലാം നമ്മൾ കേൾക്കണോ?
എന്തിനാണ് ഇതൊക്കെ എന്ന് ആലോചിച്ച് നോക്കുക. ഏതോ നാട്ടിൽ നടക്കുന്ന ഏതോ മനുഷ്യർക്ക് വേണ്ടി നാട്ടിൽ സ്വന്തം വേണ്ട തന്റെ ഐബത്തും നമീമത്തിന്റെയും സംസാരത്തിലും പെരുമാറ്റത്തിലും പണത്തിലുമൊക്കെ വഞ്ചനകൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയുണ്ടാക്കി കളി കൊണ്ട് ദുനിയാവ് പോയി പരലോകം സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയുസ്സിനെ ശരിയായി ഉപയോഗപ്പെടുത്തി അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട സൽക്കർമ്മങ്ങളിൽ മുന്നേറി പടച്ച റബ്ബിന്റെ പൊരുത്തത്തോടുകൂടെ ജീവിക്കുന്ന നാട്ടിലെല്ലാവർക്കും ഉപകാരമുള്ള സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ചു മരിക്കാൻ നമുക്കെല്ലാം തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ.